അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കരിങ്കല്ലിൽ ചുട്ട മീനാണ്. വെറുതെ കരിങ്കല്ലിൽ ചുട്ട മീനല്ല, 2 തരം മസാലകൾ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ മീനിനെ കരിങ്കല്ലിൽ ചുട്ടെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്കിത് മീനിൻ്റെ ഈ മുകളിലെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ സാധനം ഇവരെ ഇങ്ങനെ നമുക്ക് കൂടുതൽ ചെറിയൊരു തുളയിട്ട് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് മീനിനെ നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുക്കണം, ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. നല്ല കല്ലുപ്പിട്ട് നല്ല ആസറായിട്ടൊന്ന് കഴുകിയെടുക്കാൻ. നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്, നമുക്ക് എടുത്ത് വയ്ക്കാം. മീനിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നല്ല മസാല ശരിക്ക് ഇറങ്ങുള്ളൂ. ഇനി നമുക്കിനി മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പച്ച മസാല, കുറച്ച് പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് കുരുമുളക്, ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ പച്ച മസാലക്കുള്ളതാണ്. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ്, ഇത് കൂട്ടി നമുക്ക് അരച്ചെടുക്കാൻ. അത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ പച്ച മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പച്ച മസാല. ഇനി നമുക്ക് നമ്മുടെ ചുവപ്പ് മസാല അരച്ചെടുക്കാം. ഇത് നമുക്ക് ചുവപ്പ് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, കുരുമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം വിനാഗിരി, ഒരല്പം ഉപ്പ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചുവപ്പ് മസാല നമ്മൾ അടിച്ചെടുത്തിട്ട് അടിപൊളി. നമ്മുടെ മസാലകൾ മീനിൽ തേക്കാൻ വേണ്ടി പോകണം. ഈ ചോപ്പിൽ നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലൈനിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും മസാല പോകണം. നമ്മൾ കുറച്ച് മസാല അധികം ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്താ പറയുക, നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല പോയി കഴിഞ്ഞാൽ തേച്ച് കൊടുക്കാനാണ് നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇത് ശരിക്കും 1/2 മണിക്കൂർ റെസ്റ്റിൽ വെക്കണം, എങ്കിലേ ശരിക്കും മസാലയൊക്കെ മീനിനകത്ത് പിടിക്കുള്ളൂ. 1/2 മണിക്കൂർ കൂടെ ഇരിക്കട്ടെ, നല്ല മസാലയൊക്കെ പിടിക്കട്ടെ. നമ്മുടെ കരിങ്കല്ല് നമുക്ക് നമ്മുടെ തീരെ മുകളിൽ വയ്ക്കാം. നമ്മുടെ കല്ല് ചൂടാകണം ശരിക്ക്.
നല്ല തീ കത്തിച്ച് ചൂടാക്കിയാൽ പിന്നെ നമുക്ക് തീ വേണ്ട. കല്ല് നല്ല ചൂട് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ തീയുടെ ആവശ്യമില്ല. നമ്മുടെ കല്ല് ചൂടായിട്ട് നമുക്ക് പതുക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി, നല്ല രസമുണ്ടല്ലേ ഇതിൽ എണ്ണ അല്ലേ തിളക്കണാണ്. നമുക്കിത് മീൻ വെച്ച് കൊടുക്കാം. ആഹാ, പൊളി. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കല്ലിൽ ചുടുന്നതുകൊണ്ട് ശരിക്കും മീൻ അങ്ങോട്ട് ഫ്രഷായി കിട്ടണമെന്നില്ല, കല്ലിൽ പിടിക്കുന്നുണ്ട്. എന്തായാലും ഇത് പിടിക്കും സാധനം. കല്ലാണല്ലോ, നമ്മൾ ചട്ടിയിൽ ചുടുകയാണെങ്കിൽ കറക്റ്റ് ചട്ടിക്കൊരു മയമൊക്കെ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചത്. നമ്മൾ കല്ലിൽ ചുടുന്നതുകൊണ്ട് ഇതെന്തായാലും ഇതിൻ്റെ തൊലിയൊക്കെ അതിൽ പറ്റിപ്പിടിക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ പച്ചയിൽ പച്ച ആക്കുക, ചോപ്പിൽ ചോപ്പാക്കുക. നമ്മൾ പച്ച മസാല കുറച്ച് പച്ച മീനിലേക്ക് ആക്കി കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിത് ആക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് അതുപോലെ ഈ സാധനങ്ങളിൽ കുറച്ച് കുരുമുളക് ഉപ്പും കൂടി വിതറി കൊടുക്കുക. അപ്പോൾ നല്ല രസമായിരിക്കും ഇത് കഴിക്കുമ്പോഴേ. ഈ വെന്ത തക്കാളി സാധനങ്ങളൊക്കെ കിടക്കും ഉള്ളി. അടിപൊളി. നമ്മുടെ മീൻ ഓരോന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നെടുക്കാം. അതിൽ വാലൊക്കെ പൊട്ടിപ്പോയി വെന്തിട്ടുള്ളതാണ്, പക്ഷെ വാല് വേണം. സംഗതി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മീൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാ, നല്ല മുള്ളാണത്, ഇത് വരയ്ക്കും വെന്തിട്ടുണ്ട്. പക്ഷേ ഈ മീനിൽ കുറച്ച് മുള്ള് കൂടുതലാണ്, അതാണ് എൻ്റെ പ്രശ്നം. ഇത് വൈ പോലുള്ള മുള്ളുണ്ടാവും ഈ മീനിനകത്ത്. കണ്ടാ, അടിപൊളിയായിട്ടല്ലേ?
സംഭവം സൂപ്പറായിട്ട് മസാല അടിപൊളി. പക്ഷെ എന്താ സംഭവം അറിയാം, നമ്മൾ കല്ലിൽ ചുട്ടതുകൊണ്ട് ഇതിന് തൊലിയൊക്കെ കല്ലിൽ തന്നെ പിടിച്ചു. അത് പുതിയ കല്ലാണ്. പുതിയ കല്ലായതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് മീൻ ചുടുകയാണ്. പിന്നെ ഒരു പരീക്ഷണമാണ്. നമ്മളിത് കല്ലിൽ ആദ്യമായിട്ട് ചുടുന്ന ഒരു മീനാണത്. സംഭവം കല്ലിൽ ഫസ്റ്റ് ഇങ്ങനെ വെച്ചതും മറിച്ചിടുമ്പോൾ അതിന് തൊലിയൊക്കെ പിടിച്ചു. പക്ഷേ ഇതിൻ്റെ സാധനം കല്ലിലുള്ള ടേസ്റ്റും ആ മീനിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ടേ, ഈ റോഹു നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷെ എന്ത് ഇത്തിരി സമാധാനം ക്ഷമയോടെ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല മുള്ളുണ്ട് ഇതിനകത്ത്. അതെ, അതാ ഒരു വൈ പോലുള്ളൊരു മുള്ളാണ് ഇതിനകത്തുള്ളതാ. ഇതാണ് റോഹുവിൻ്റെ മുള്ള്. അങ്ങനെയുണ്ട് കാണാട്ടോ ശരിക്കും. അടിപൊളി സംഭവം, അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല കല്ലിൻ്റെ ഒരു ഫീൽ ഇല്ലേ, കല്ലിൽ ചുട്ടുന്നത്. നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലും ഇതിനൊക്കെ ചുടുന്ന ഒരു ഫീൽ ടേസ്റ്റ് ഇല്ല കേട്ടാ. അല്ല സൂപ്പർ അപാര ടേസ്റ്റ്. സംഭവം പൊളി. എങ്ങനെയുണ്ടോ മക്കളെ ശരിക്കും? അടിപൊളി അല്ലേ? സംഭവം സൂപ്പർ. നല്ല നല്ല രസം. ഇത് നമ്മുടെ പച്ചയും കൂടി കഴിച്ചു നോക്കണം. ഇപ്പം ഞാൻ ചുവപ്പാണ് കഴിച്ചത്. പച്ച എങ്ങനെ കാണാ കഴിച്ചാ? അതിൻ്റെ മസാല ടേസ്റ്റ് ഇല്ലേ? പച്ചയും പൊളിയിട്ടാ, പച്ച മസാലയും രണ്ടും ഒന്നിനൊന്ന് മെച്ചം. പക്ഷെ നമുക്ക് ആ സങ്കടം എന്തറിയോ, ഈ മീൻ ഇത് ആ കല്ലിൽ ഒട്ടിപ്പിടിച്ചാണ്. ശരിക്കും ആ മീൻ സ്ട്രക്ചറോട് കൂടി കിട്ടിയതാണെങ്കിൽ നല്ല സംഗതി പൊളിയായിട്ടുണ്ടാവും അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ സ്ട്രക്ചർ ഇല്ലെങ്കിലും സംഗതി അടിപൊളി. നമ്മളെ കല്ലിൽ ചൂട് ഉരുളക്കിഴങ്ങും ഇത് സാധനങ്ങൾക്ക് എന്ത് ടേസ്റ്റ് അറിയാം അല്ലേ? തൊലി കൂടി കറക്റ്റായി കിട്ടിയതാണെങ്കിൽ ഇതിനിവിടെ ആ തൊലി മീനിൻ്റെ തൊലിക്കാണ് ശരിക്കും ടേസ്റ്റ്. കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. നമ്മൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ ഒരു പരീക്ഷണമാണല്ലോ. സംഗതി ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രശ്നം മാത്രമുണ്ട്, ബാക്കി കൊണ്ട് അടിപൊളി അല്ലേ? അടിപൊളി. ഈ പച്ചയും ചുവപ്പും മസാല അടിപൊളി സംഭവം. ഇത് അതിനെക്കാട്ടും സൂപ്പർ, അത് ഇതിനെക്കാട്ടും സൂപ്പർ. അതെ, ഒന്നിനൊന്ന് മെച്ചം. പക്ഷെ ഇതിൽ കുറച്ച് മുള്ളു കൂടുതൽ, അതാണ് പ്രശ്നം. കുട്ടികളൊക്കെ പതുക്കെ കഴിക്കാൻ പറ്റുള്ളൂ. സംഗതി മീന് വെന്തിട്ടില്ല പറയാൻ പറ്റില്ല കേട്ടാ. ഇതാണ് മീനിൻ്റെ സ്ഥിതി. സകല ഭാഗവും ശരിക്കും കല്ലങ്ങോട്ട് ചൂടായപ്പോണ്ടല്ലോ മീനങ്ങോട്ട് വെന്തതിനൊരു ഇതില്ല അല്ലേ? അടിപൊളി പറഞ്ഞ അടിപൊളി കേട്ടാ. ശരിക്കും ഇതൊരു വല്ലാത്തൊരു ഫിഷ് ഫ്രൈ ആയിപ്പോയി അല്ലേ? ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, പറയാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ്. അതെ, എല്ലാ സാധനവും മീനും ആ കല്ലും അതിൽ തേച്ച മസാലയും ഒക്കെ കൂടി ചേർന്നപ്പോഴാണ് അതിൻ്റെ ശരിയായ രുചി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. പൊളിച്ചൂരേ.